ഹൗദുൽ കൗസർ എന്ന് കുടിപ്പിക്കാൻ ഞാനും കൂടി തങ്ങളെ സഹായിക്കും, എല്ലാവിധ സഹായം എന്നിലുണ്ടാകും ഹബീബേ എന്ന് ബഹുമാനപ്പെട്ടതായ മീകായിൽ എന്നോട് പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് 4 മലക്കുകൾ കടന്നു ചെല്ലുകയാണ്. ഒന്ന് ജിബ്രീലാണ്, രണ്ടാമത്തത് മീകായിലാണ്, മൂന്നാമത്തത് ഇസ്രാഫീലാണ്, നാലാമത്തത് അസ്റായീലാണ്. 4 മലക്കുകൾ കടന്നു വന്ന് പ്രവാചകർ ചോദിച്ചു, എന്തേ പതിവില്ലാതെ 4 പേരും ഒരുമിച്ച് വന്നിരിക്കുന്നു? മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, ഞാൻ ഇന്ന് വന്നതിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, തങ്ങളുടെ മേൽ എല്ലാ ദിവസവും 10 സ്വലാത്ത് വീതം ചെല്ലുന്നതായ ഏത് വ്യക്തിയുണ്ടോ അവര് തീർച്ചയായും സന്തോഷത്തിന്റെ വർത്തമാനവുമായിട്ടാണ് ഞാൻ കടന്നു വന്നത് റസൂലേ. അവിടുത്തെ പേടിക്കണ്ട നബിയേ, തങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും 10 സ്വലാത്ത് ദിനേന ചെല്ലുന്ന ഏതൊരു മുഅ്മിനുണ്ടോ മുഅ്മിനത്തുണ്ടോ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടത്താൻ ഞാൻ അവനെ സഹായിക്കുമേ, എന്റെ കരം പിടിച്ചുകൊണ്ട് അവന് കടക്കാൻ പറ്റുമേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ 10 സ്വലാത്ത് ദിനേന ചെല്ലിയ സ്വലാത്തിന്റെ വാർഷികമാണല്ലോ, അപ്പൊ സ്വലാത്തിൽ നിന്റെ മഹത്വം കൂടി കേൾക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 4 മലക്കുകൾ നബിയുടെ അടുക്കൽ വന്നു. ഒന്ന് ജിബ്രീലാണ്, 2 മീകായിലാണ്, 3 ഇസ്രാഫീലാണ്, 4മത്തത് അസ്റായീലാണ് അലൈഹിമുസ്സലാം. ഓരോ മലക്കുകളും ഓഫറുകൾ നൽകുകയാണ്. ഇത് കേവലം ലുലുമാളിൽ കൊടുക്കുന്നതായ ഓണത്തിന്റെ ഓഫറല്ല, ക്രിസ്മസിന്റെ ഓഫറല്ല, ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൃത്യമായ സമയങ്ങളിൽ മാത്രം കൊടുക്കുന്ന ഓഫറല്ല, ഇത് കാലാകാലം നൽകുന്ന ഓഫറാണ്. റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ദിനേന് മുടങ്ങാതെ ചെല്ലുന്ന ഏതൊരു മുസ്ലിം ഉണ്ടോ മുഅ്മിനത്തുണ്ടോ ആ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടത്താൻ ഞാൻ അവനെ സഹായിക്കുമേ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ മലക്കിലേക്ക് നബി തങ്ങൾ നോക്കി, മീകായിലാണ്, മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കല്ലേ. മീകായിൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് വന്നു. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, തങ്ങളുടെ മേൽ 10 സ്വലാത്ത് ദിനേന മുടങ്ങാതെ ചെല്ലുന്ന ഏതൊരു വ്യക്തിയുണ്ടോ ഹൗദുൽ കൗസർ എന്ന് കുടിപ്പിക്കാൻ ഞാനും കൂടി തങ്ങളെ സഹായിക്കും, എല്ലാവിധ സഹായം എന്നിലുണ്ടാകും ഹബീബേ എന്ന് ബഹുമാനപ്പെട്ടതായ മീകായിൽ എന്നോട് പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ നാളെ ഊതുന്ന നന്മ തിന്മകൾ തൂക്കുന്ന തുലാസ് തൂക്കുമ്പോ നന്മകളിലേക്ക് തിന്മകളിലേക്കുമുള്ളതാകുന്ന മനുഷ്യന്റെ ഏതെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ടാണോ പോകുന്നത് എന്ന് നോക്കി തുറാസിലെ തുലനങ്ങൾ കറക്റ്റാക്കാൻ പരിശ്രമിക്കുന്ന മലക്കായ ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയെ, തങ്ങളുടെ മേൽ ഏതെങ്കിലും ഒരു സഹോദരി, തച്ചോണത്തുള്ള ഏതെങ്കിലും ഒരു ഉമ്മ, കല്ലറയിലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ 10 സ്വലാത്ത് ചൊല്ലിയോ, ലോകത്തുള്ള ഏതൊരു വിശ്വാസിനി 10 സ്വലാത്ത് മുടങ്ങാതെ എന്റെ മേൽ ചൊല്ലിയോ, അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു ഹബീബേ. നാളെ അർശിന്റെ തണൽ കിട്ടുന്ന വിധത്തിൽ ഞാൻ അവന് വേണ്ടി ശുപാർശ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കും, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതെ, അവനെ സ്വർഗത്തിലേക്ക് കടത്താതെ ഞാൻ എന്റെ തല ഉയർത്തില്ല ഹബീബേ, ഞാൻ എന്നെ തല ഉയർത്തില്ല ഹബീബേ. ഇസ്രാഫീൽ അലൈഹിസ്സലാം ചെയ്ത വാഗ്ദാനമാണിതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവസാനമായി വന്നതായ അസ്റായീൽ അലൈഹിസ്സലാമിലേക്ക് നബി തങ്ങൾ നോക്കി. അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, തങ്ങൾ ലോകത്തിന്റെ വിളക്കാണ്, ആദർശത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്, അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിലെ ഏറ്റവും അത്യുത്തമനാണ്. തങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകം തന്നെ അല്ലാഹു പടച്ചത്, സൂര്യനെ പടച്ചത്, ചന്ദ്രനെ പടച്ചത്, നക്ഷത്രങ്ങളെ പടച്ചത്. ലോകത്ത് കടന്നു വന്നിട്ടുള്ളതായ എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് അണിനിരന്നുകൊണ്ട് നമസ്കരിച്ചിട്ടില്ല.
ചെയ്യല്ലേ. തങ്ങൾ ലോകൈക ഗുരുവാണ്, ലോകത്തിന്റെ നേതാവാണ്. തങ്ങളുടെ മേലൊരു വ്യക്തി 10 സ്വലാത്ത് മുടങ്ങാതെ ചെല്ലിയാൽ അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു റസൂലേ. അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അമ്പിയാക്കൾ റൂഹിനെ പിടിക്കുന്ന പോലെ മയപ്പെടുത്തി പിടിക്കാൻ ഞാൻ പരിശ്രമിക്കും റസൂലേ. അവന്റെ റൂഹ് വളരെ മയത്തോടു കൂടിയായിരിക്കും ഞാൻ പിടിക്കുക എന്ന് അസ്റായീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാനിപ്പോ എത്ര സ്വലാത്ത് എല്ലാനാ പറഞ്ഞത്? 10 സ്വലാത്ത് മുടങ്ങാതെ പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് വളരെ കുറഞ്ഞ അമലാണെങ്കിലും നിത്യമായി ചെയ്യല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന് നിസ്കാരം കറക്റ്റ് ആക്കണം, നമ്മുടെ ജീവിത ക്രമങ്ങളെ ചിട്ടപ്പെടുത്തണം. മോശമാക്കപ്പെട്ട ഒരു ശൈലിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, കത്തിച്ചൊലിക്കുന്നതാകുന്ന സഖർ എന്ന നരകത്തിലേക്ക് ചില ആളുകളെ നാളെ പ്രവേശിപ്പിക്കുമേ. ആ നരകത്തിൽ കടന്നുകൊണ്ടവർ പ്രയാസപ്പെടുമ്പോ സച്ചരിതനാകുന്ന സ്വാലിഹീങ്ങളാകുന്ന സ്വർഗാവകാശികൾ അവരോട് ചോദിക്കുകയാണ് മാ സലകകും ഫീ സഖർ. ഈ സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം എന്താണെന്ന് പറയുമോ? قالوا لم نكن من المصلين. നരകത്തിൽ കടന്ന് വെന്തുരുകുന്നതായ ആ ആളുകൾ വിളിച്ചു പറയുകയാണ്, അല്ലയോ സാലിഹീങ്ങളെ, അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലയോ സ്വർഗാവകാശികളെ, ഞങ്ങൾ ഈ നരകത്തിലേക്ക് എറിയപ്പെടാനുള്ള കാരണം ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ ഈ ദുനിയാവിൽ നമസ്കാരം ശീലം വെച്ചവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം നൽകിയിരുന്നവരുമല്ല, അതിനെ എതിർത്തുകൊണ്ട് നടന്നവരാണ്, അവരെ സഹായിക്കാതെ നിലകൊള്ളവരാണ്. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ഞങ്ങൾ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചതായ ആളുകളുണ്ട്, കള്ളു കുടിച്ചുകൊണ്ട് അഭിരമിച്ചവരുണ്ട്, സിനിമ കണ്ടുകൊണ്ട് നടന്നവരുണ്ട്, മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരുണ്ട്. അവരോടൊപ്പം ഞങ്ങൾ അടിച്ച് പൊളിച്ച് ദുനിയാവിൽ വസിച്ചവരാണ്. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. പരലോകത്തെ കളവാക്കുകയും നാളെയുടെ ലോകത്തെ കുറിച്ച് തിരിച്ചറിവില്ലാതെ തന്നെ ഈ ദുനിയാവിൽ ഞങ്ങൾ മോശമാകുന്ന ജീവിത ശൈലി അവലംബിച്ചവരാണ്. ഞങ്ങൾ പോകാത്തതായ മോശപ്പെട്ടതാകുന്ന തലങ്ങളില്ല. ഏതെല്ലാം പാർക്കുകളുണ്ടോ, ഏതെല്ലാം ആളുകളുണ്ടോ, ഏതെല്ലാം ബീച്ച് റോഡുകളുണ്ടോ, അതിലെല്ലാം പോയി രാപ്പകലുകൾ കറങ്ങി നടന്നവരാണ്, രസിച്ചവരാണ്, പരലോകത്തെ കളവാക്കിയവരാണ്, മഹ്ശറയെ നിശിതമായി
നിശിതമായി വിമർശിച്ചവരാണ്. നിരീശ്വരവാദികളോടൊപ്പം കുടപിടിച്ച് നടന്നവരാണ്. യുക്തിവാദികളോടൊപ്പം ഞങ്ങൾ ഫേസ്ബുക്കിൽ കമന്റ് ഇടാൻ നടന്നവരാണ്. ഹറാമായ തലത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോയവരാണ്. ഹത്താ അതാനൽ യഖീൻ. നിരീശ്വരവാദികളായി യുക്തിവാദികളായി പടച്ചറപ്പില്ല എന്ന് പറഞ്ഞ് സർവരോടും കയർത്തുകൊണ്ടും സംസാരിച്ച് ഞങ്ങൾ നിലകൊണ്ട് അവസാനം ഞങ്ങൾക്കിതാ മരണം വന്നുകൊണ്ട് പിടികൂടുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കരാളഹസ്തങ്ങളിൽ ഞങ്ങൾ ഇതാ പരിപൂർണമായി പിടിമുറുക്കുകയാണ്. അല്ലാഹ് പറയുകയാണ് ഫമാതൗഫഉഹും ശഫാഅതു ശാഫിഈൻ. നാളെയുടെ ലോകത്തേക്ക് കടന്നു വരുമ്പോ മഹ്ശറുടെ ലോകത്തേക്ക് ഇവരുടെ വിഷയത്തിൽ ശുപാർശ ചെയ്തുകൊണ്ട് ആരും വരല്ല കേട്ടോ. ഇവർക്ക് നാളെയുടെ ലോകത്ത് ശുപാർശയില്ല, ശുപാർശയില്ല. ഫമാതൗഫഉഹും ശഫാഅതു ശാഫിഈൻ ഫമാലഹും അനി തദ്കിറതി മുരിദീൻ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലെത്തുമ്പോ എന്നെ രക്ഷിക്കാൻ ഞാൻ ഇന്നാലിന്ന വ്യക്തിയുടെ രക്ഷകനാണെന്ന് പറഞ്ഞു വരാൻ ഒരാൾ പോലും അവർക്ക് ശുപാർശ ചെയ്യാൻ ഉണ്ടാവില്ല കേട്ടോ. മഹ്ശറുടെ ലോകം അവരുടെ മേൽ അദാബിന്റെ ലോകമാണ്, ശിക്ഷയുടെ ലോകമാണ്. എന്താണ് അവർ ചെയ്ത തെറ്റ്? ഈ ദുനിയാവിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധീരരാകുന്ന പ്രവർത്തകരുടെ അടുക്കൽ ചെന്ന് അല്ലാഹ് എന്ന് വാദിച്ചുകൊണ്ട് നടന്നവരാണ്. റസൂലുള്ളാഹിയെ നിശിതമായി വിമർശിച്ചവരാണ്. ഖുർആനിനെതിരെ ഹദീസുകൾക്കെതിരെ മോശപ്പെട്ട വചനങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നവനാണ്. പരിശുദ്ധമായ ദീനിനെതിരെ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പ്രചരണം നടത്തിയവരാണ്. ആഖിറത്തെ കളവാക്കിക്കൊണ്ട് നിരീശ്വരവാദിയായി നടന്നതായ മനുഷ്യനല്ലേ. നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു അവർക്ക് ശുപാർശ ചെയ്യുകയില്ല. ഒരു പ്രവാചകനും അവരുടെ വിഷയത്തിൽ ഇടപെടുകയേ ഇല്ല. ആര് ഇടപെട്ടാലും അവരുടെ ശുപാർശ അല്ലാഹുവിന്റെ അടുക്കൽ പ്രയോജനം ചെയ്യുകയില്ല എന്നും പരിശുദ്ധമായ ഖുർആൻ. ശരിക്കും മനസ്സിലാക്കണം. ഇപ്പൊ കണ്ടില്ലേ, കള്ളുകൂടി വല്ലാതെ വ്യാപകമായി. അവസാന കാലഘട്ടമാകുമ്പോൾ ഇത് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മിൻ അലാമത്തി യൗമിൽ ഖിയാമ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. വലിയ അടയാളങ്ങളുണ്ട്, ചെറിയ അടയാളങ്ങളുണ്ട്. ലോകാവസാനത്തിൽ ചെറിയ അടയാളങ്ങളിൽ പെട്ടത് തന്നെയാണ് യക്സുറു ശുറുബുൽ ഖംർ, കള്ളുകൂടി വല്ലാതെ വ്യാപകമാകും, അധികരിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അത് എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതൊന്നും പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റൂല. കാരണം നബി തങ്ങൾ പറഞ്ഞുപോയി, പ്രസ്താവിച്ചു പോയി, യക്സുറു ശുറുബുൽ ഖംർ, കള്ളുകൂടി അധികരിക്കും. ഓരോ ദിവസങ്ങൾ കഴിയുന്നവരും കൂടിക്കൂടി വരികയാണ്. എല്ലാ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ മാരകമാകുന്ന MDMA വക്താക്കളായി പിടിച്ചത് 3 അധ്യാപകരെയാണ്. അല്ലാഹു അക്ബറാവട്ടെ. ആലോചിച്ചോ. അതാണ് നബിതങ്ങൾ പറഞ്ഞ വാക്ക് നമ്മൾ കൃത്യമായി പഠിക്കണം. അപ്പൊ മാരകമാകുന്ന MDMA LSD അടക്കമുള്ളതാകുന്ന സാധന സാമഗ്രികൾ, മയക്കുമരുന്നിന്റെ വിവിധ സാധനങ്ങളൊക്കെ പലയിടത്തും പിടിച്ചു. അൽഹംദുലില്ലാ, നല്ലത് തന്നെ, സ്വാഗതാർഹമാണ്. നമ്മൾ പറയുന്നത് ലഹരി പരിപൂർണമായി തുടച്ചു നീക്കണം. കള്ളിന്റെ ഒരു ഭാഗം കൊടുത്ത് ഒരു ഭാഗം മുഴുവൻ എല്ലാ ബാർ കൗണ്ടറുകളൊക്കെ തുറന്നു വെച്ച് റാഹത്തായിട്ട് അടിച്ചോ എന്ന് പറയുകയും അവിടുന്ന് 2 കുപ്പി അഷ്ടം വാങ്ങി കൊണ്ടുപോകുന്ന വണ്ടി കൊണ്ടുപോകുമ്പോൾ അവനെ പിടിച്ചകത്താക്കുകയും ചെയ്യുന്നതിൽ വിരോധാഭാസമാണ്. പൂർണ്ണമായി ഒഴിവാക്കുന്നതിലേക്ക് ഗവൺമെന്റ് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോഴേ എന്താവുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശൈലിയിലേക്ക്, ഇസ്ലാം പ്രഖ്യാപിച്ച രീതിയിലേക്ക് എത്തുകയുള്ളൂ. മറ്റേതെല്ലാം ബാർ കൗണ്ടറൊക്കെ തുറന്നു കൊടുത്ത് കള്ളൊക്കെ റാഹത്തായിട്ട് കുടിച്ചോ, മറ്റേത് പറ്റൂല എന്ന് പറയുന്ന സ്ഥിതിയിലേക്കാണ്. മനസ്സിലായില്ലേ? മാരകമാകുന്ന ലഹരി ഉപയോഗം നടത്തുമ്പോൾ അത് പിടിക്കുന്നു, ഒരു ഭാഗത്തൂടെ റാഹത്തായിട്ട് ഇതിങ്ങനെ തുറന്നു കൊടുക്കുന്നു. സ്വാഗതാർഹമാണ്, ചെയ്തിടത്തോളം വളരെ റാഹത്താണ്, എല്ലാം കൊണ്ടും പ്രശംസനീയമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇതും കൂടി പൂർത്തിയാക്കുമ്പോഴേ ആ വാതിൽ പൂർണ്ണമായി അടയൂ. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം.
ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ എടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇല്ലെങ്കിൽ എത്ര ചെയ്താലും ഇത് വർദ്ധിക്കും. ഇത് നബിതങ്ങളുടെ അധ്യാപനമാണ്. അവസാന കാലഘട്ടം എത്തുമ്പോൾ യഖ്സുറു ശുറുബുൽ ഖംർ, കള്ളുകുടി അധികരിക്കും. നബിതങ്ങൾ പറഞ്ഞതാണ്, അധികരിക്കും, ഉറപ്പാണത്. നബി പറഞ്ഞു വെച്ചത് നടക്കാതിരിക്കുമോ? ആരൊക്കെ എന്തൊക്കെ പരിശ്രമിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുമ്പ് പറഞ്ഞത് ഹദീസുകളിൽ വ്യക്തമാണ്. ഇത് വർദ്ധിക്കുമെന്നാ പറഞ്ഞത്, ഒരിക്കലും കുറയൂല. നിങ്ങൾ പറയാം അങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു, ഒക്കെ പിടിച്ചു, ശരി തന്നെയാണ്. 2 ദിവസം കഴിയുമ്പോൾ വേറെ വഴിക്ക് വേറെ വകുപ്പ് പിന്നെയും തുടങ്ങുവരും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഇത് ചെറിയ മക്കൾ പോലും ഇതിന് അഡിക്റ്റാണല്ലോ. 6 ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, 7 ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതിന്റെ കാരിയറായിട്ട് മാറി. ഈ സാധന സാമഗ്രികളൊക്കെ വിൽക്കുന്നവരായിട്ട് മാറി, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളായിട്ട് മാറി. ഒന്നാലോചിച്ചു നോക്ക് നിങ്ങൾ. 7000-ലധികം കേസാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുറഞ്ഞ സമയങ്ങളിൽ. ജൂൺ 2-നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തല, നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയത്. ജൂൺ 2 സ്കൂള് തുടങ്ങി അടുത്തത് 1 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ജൂലൈയിലേക്ക് ഇപ്പൊ പറഞ്ഞ മാസങ്ങളെ ആയിട്ടുള്ളൂ. 2 മാസങ്ങൾ ഇങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ 7000-ലധികം കേസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നിലവിലെ സാഹചര്യമാണ് ഈ പറയുന്നത്. 70 കോടിയോളം വരുന്ന ലഹരി സാധനങ്ങൾ പിടിച്ചെടുത്തു. എന്നിട്ട് തീരുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പറയും പെരുമ്പാവൂര് പോയി ചെക്കിങ് നടത്തി, ഇനി അവിടെ ഒന്നും ഇല്ലെന്നാണോ? അവിടെ ഇപ്പോഴും ഉണ്ട്. പോലീസുകാർ തന്നെ സ്ഥിരീകരിക്കുന്നല്ലോ, ഇപ്പോഴും ഉണ്ട്. രാവും പകലും ഇങ്ങനെ പുറകെ നിൽക്കാണ്. വീണ്ടും ആളുകൾക്ക് ഈ സാധനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് ആരാ ഇതിനും മാത്രം ഈ സാധനങ്ങൾ ഒഴുക്കുന്നത്? ആലോചിച്ച് നോക്ക് നിങ്ങൾ. 1 കൊല്ലം മുമ്പാണെന്ന് എൻ്റെ ഓർമ്മ, നമ്മുടെ ഈ ഭാഗത്ത്, തെക്ക് ഭാഗത്ത് ഒരു വലിയ വണ്ടിയിൽ തന്നെ പിടിച്ചെടുത്തു കഞ്ചാവ്. സ്ഥലം ഞാൻ പറയുന്നില്ല, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മുമ്പ് പത്രവാർത്ത വന്നതാണ് ഈ പറയുന്നത്. 1 കൊല്ലം ആവുന്നുള്ളൂ. ഇതൊക്കെ ആരാണ് കൊണ്ടുവരുന്നത്? അപ്പൊ ഈ വരുന്നതാകുന്ന സ്ഥലങ്ങളിൽ, എത്രയോ സ്ഥലങ്ങളിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെയൊക്കെ കൃത്യമായി ആരാണ് ഇവർക്ക് അനുമതി കൊടുത്ത് ഈ സാധനങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിക്കുന്നത്? ലോറിയിലാണ് വരുന്നത്, കണ്ടെയ്നറിൽ വരിക, സാധനം വന്ന് ഇപ്പുറത്തേക്ക് എത്തുക. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. സ്കൂളിലേക്ക് ഒഴുക്കാൻ ഒരു വിഭാഗം ആളുകളുണ്ട്, കുട്ടികളിലേക്ക് എത്തിക്കാൻ അതിൻ്റെതായ ആളുകളുണ്ട്. ചെറിയ കുട്ടികൾ പോലും ഇതിന് കൃത്യമായി അടിമപ്പെട്ടു പോകുന്നുണ്ട്. പലരും നിസാരവൽക്കരിച്ച് അവസാനം സ്വന്തം കുടുംബത്തിലോ സ്വന്തം മക്കളിലോ സ്വന്തം പെൺമക്കളോ ഒക്കെ ഇത്തരത്തിലുള്ള അപകടത്തിൽ പെടുമ്പോഴാണ് പലരും ആശങ്കയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അപ്പോഴാണ് പൊട്ടിക്കരയുന്നത്. ഇസ്ലാമിന്റെ പ്രഖ്യാപനം എല്ലാ ലഹരിയും നിഷിദ്ധമാണെന്നാണ്. അല്ലാതെ കേവലം MDMA LSD മാത്രം, അത് മാത്രം പിടിച്ചു, എല്ലാം കള്ളുൾപ്പെടെ ഏതെല്ലാം ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ഹറാമാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, കുല്ലു മുഹമ്മരിൻ മുസ്കിറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ. എല്ലാ ബുദ്ധിയെ മറക്കുന്നതായ വസ്തുക്കളുണ്ടോ അതെല്ലാം മുസ്കിറാണ്, ലഹരിയാൻ. ഏതെല്ലാം ലഹരിയുടെ വസ്തുക്കളുണ്ടോ, ഏതെല്ലാം സാധനങ്ങൾ മനുഷ്യ നിന്റെ ബുദ്ധിയെ കെടുത്തി കളയുകയും ലഹരി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ അതെല്ലാം നിഷിദ്ധമാണ്, ഹറാമാണ്. നബിയുനാ റസൂലുള്ളാഹി കുല്ലു മുഹമ്മരിൻ മുസ്കിറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ. ഏത് സാധനവും മുഹമ്മർ, ഹംറ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥതാണ് തലയെ പിടിച്ചിട്ട് ബുദ്ധിക്ക് മന്ദീഭവിക്കുക, ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചു കളയുക. യഥാർത്ഥ സഹവിൽ നിന്ന്, ഉണർവിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന വസ്തുക്കൾ. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ ഹംറ് എന്നാണ് പ്രയോഗിച്ചത്. ഹംറ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ തെറ്റിച്ചു കളയുന്ന വസ്തു. അത് കള്ള് മാത്രമല്ല, എല്ലാം അതിൽ ഉൾപ്പെട്ടു. ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഖുർആൻ കൃത്യമായി അതിനെ അടയാളപ്പെടുത്തി തരിക. 2-3 ഘട്ടങ്ങളിലായിട്ടാണ് ആളുകളെ ഇതിൽ നിന്ന് തെറ്റിച്ച് കൃത്യമായി യഥാർത്ഥ രീതിയിലേക്ക് കൊണ്ടുവന്നത്. കുറച്ച് സമയമെടുത്തു. വെറുതെ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് കള്ളും കഞ്ചാവും ലഹരിയായിട്ട് നിൽക്കുന്ന ഒരു കൗമിനിടയിൽ ഒറ്റയടിക്ക് വന്ന് മാറ്റം സംഭവിക്കുകയില്ല. ഘട്ടം ഘട്ടമായിട്ട് പറ്റുള്ളൂ. അന്ന് 1400 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത അതേ ശൈലിയിൽ തന്നെ ഇപ്പൊ കൊണ്ടുവരേണ്ടതാണ്. പതുക്കെ കൊണ്ടുവന്നു.
കുട്ടികളെല്ലാം അത് ഒഴിവാക്കിയവർക്ക് തന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി കൃത്യമായി കെയറിങ് കൊടുത്തു. അങ്ങനെ തന്നെയാണ് ഇപ്പൊ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ പരിപൂർണ നിർമ്മാർജ്ജനം നാട്ടിൽ നിന്ന് ഉണ്ടാവണം. ഒരു ഭാഗത്ത് ഇത് കച്ചവടം ചെയ്ത് അതിലൂടെ ലാഭം പറ്റി ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയി, മറ്റൊരു ഭാഗത്തിലൂടെ ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് രാഷ്ട്രീയമായ ഉന്നമനത്തിന് വേണ്ടി പറയുകയും അതിനെ ആ രീതിക്ക് കാണുകയും ചെയ്താൽ രണ്ടും രണ്ട് പറയുന്നത് വേ ചെയ്യുന്നത് വേ രണ്ടു കോലത്തിലാവും. ഇത് പൂർണ്ണമായ നിർമ്മാർജ്ജനാണെങ്കിൽ അതിൽ നിന്നുള്ള ലാഭവിഹിതങ്ങൾ ആഗ്രഹിക്കുകയരുത്. അത് പൂർണ്ണമായി ഒഴിവാക്കണം എല്ലാ അർത്ഥത്തിലും. എത്ര ലഹരി കുറഞ്ഞതാകട്ടെ, ഡോസ് കുറഞ്ഞതാകട്ടെ, ഡോസ് കൂടിയതാകട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, എല്ലാം പൂർണ്ണമായി ഒഴിവാക്കണം. ബുദ്ധിയെ മറയ്ക്കുന്ന വസ്തുക്കളുണ്ട്, അതൊക്കെ ഒഴിവാക്കണം. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഓ നബിയേ നബിയേ, തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് ഖംറിനെ കുറിച്ച്, കള്ളിനെ കുറിച്ച് ആളുകൾ മസ്അല ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കണേ ഹബീബേ, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, വലിയ പാപമാണത് എന്നവർക്ക് പറഞ്ഞു കൊടുക്കണം, വലിയ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഖുർആൻ ആദ്യമായി വിഷയത്തിൽ ഇടപെടുന്നത് അങ്ങനെ. എന്നിട്ട് ഖുർആൻ പറയുന്നു മനാഫിഉ ലിന്നാസ്, അത് കുടിച്ചാൽ അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് പറയുന്ന പക്ഷവുമുണ്ട്. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയലോ, കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊന്നുമില്ല, ബോധമില്ലാതെ നടക്കാം, വീട്ടിലെ പ്രശ്നം അറിയണ്ട, പകല് മുഴുവൻ ജോലി ചെയ്തതിന്റെ ക്ഷീണവും ആ പ്രയാസവും ഒക്കെ എല്ലാം നീങ്ങും, നീർക്കെട്ട് മാറും. ചില ആളുടെ വാദഗതികളാണ്. അപ്പൊ അവരുടെ ആ വാദഗതികളെ സമ്മതിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ്. കാരണം അവരുടെ ബുദ്ധിയെ പതുക്കെ പിടിച്ചു കൊണ്ടുവരണം. ഒറ്റയടിക്ക് പരിപൂർണമായി ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്കത് പറ്റൂല, അവർ പരിപൂർണമായി ഇസ്ലാമിലേക്ക് വരൂല. കള്ള് കുടിച്ചുകൊണ്ട് ആറാടി തിമിർത്തിരുന്നതായ ആ ജാഹിലിയ കാലഘട്ടത്തിൽ ഖുർആന്റെ ശൈലി നിങ്ങൾ നോക്ക്. വളരെ കൃത്യമായി ഘട്ടം ഘട്ടമായിട്ട് അവരെ ഒഴിവാക്കാൻ പരിശ്രമിക്കുക. ഒന്നാമതായി പറഞ്ഞു ഇസ്മുൻ കബീറുൻ, വലിയ പാതകാൻ, വലിയ തെറ്റാണ് ആ ചെയ്യുന്നത്. കള്ളുകുടി എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. എന്നിട്ട് പറഞ്ഞു മനാഫിഉ ലിന്നാസ്, അത് കുടിച്ചാൽ ജനങ്ങൾക്ക് പ്രയോജനമുണ്ട് എന്നുള്ളൊരു വാദഗതി അവർക്കുമുണ്ട്, ജനങ്ങൾക്കുണ്ട്. ആ വാദഗതി സമ്മതിച്ചുകൊണ്ട് തന്നെ അഥവാ അവരുടെ ക്ഷീണവും മറ്റുമൊക്കെ മാറുമെന്ന് അവർ വാദിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രയോജനത്തെക്കാൾ വലുതാണ് അത് കുടിച്ചാൽ അവർക്കുണ്ടാകുന്ന പാതകം, തെറ്റ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു പറയുക, ഏറ്റവും വലിയത് പാപം തന്നെയാണ്. കുടിച്ചാൽ വലിയ പാപത്തിലേക്ക് നമ്മൾ പോകും, തെറ്റിലേക്ക് പോകും. അതുകൊണ്ട് അത് ഒഴിവാക്കണേ എന്ന അർത്ഥത്തിൽ ഖുർആൻ ആദ്യമായി ഇറക്കി. പക്ഷെ ഈ ആയത്ത് കേട്ട് കുറച്ചാളുകളൊക്കെ നിർത്തി, പിന്നെയും കുറെ ആളുകളൊക്കെ കള്ളു കുടിച്ചുകൊണ്ട് തന്നെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ കള്ളുകുടിച്ച് നിസ്കരിക്കാൻ വരുമ്പോഴും കള്ളു കുടിക്കുന്ന അവരസ്ഥയായി. നിസ്കാരത്തിൽ വല്ല കള്ളു കുടിച്ചുകൊണ്ട് വരുന്ന ശൈലി മുൻഗാമികളായ ആളുകൾക്കുണ്ടായിരുന്നു, സ്വഹാബത്തിനുണ്ടായിരുന്നു. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവരുടെ അന്നത്തെ ശൈലി അതാണ്. പഴയ കാലത്ത് കണ്ടില്ലേ, കല്യാണത്തിന് ചെല്ലുമ്പോഴത്തേക്കും മേശപ്പുറത്ത് നല്ല കട്ടൻ ബീഡി വെച്ചിട്ടുണ്ടോ, ആജാ ബീഡി, അതൊക്കെ വലിച്ചുകൊണ്ട് റാഹത്തായിട്ടിരിക്കുക, പരിപ്പൂടയും കഴിക്കുക, ഇങ്ങനത്തെ പല പരിപാടികളൊക്കെ ഉണ്ട്. പല യോഗങ്ങൾക്കൊക്കെ സംഭവങ്ങൾ അങ്ങനെയാണ്. അതൊക്കെ അന്നത്തെ ഒരു കാലത്തെ ഒരു നാട്ടുനടപ്പാണ്. എന്നത് പറഞ്ഞതുപോലെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു നാട്ടുനടപ്പാണ്. കള്ള് അതുപോലെ സുലഭമാണ്. കള്ളു കുടിക്കാത്ത ആളുകളില്ല, എല്ലാവരും കള്ളു കുടിക്കും. ചെറുപ്പക്കാരൻ മുതൽ എല്ലാവരും കള്ളിലോ. അങ്ങനെ നിൽക്കുന്ന സമൂഹത്തെ പെട്ടെന്ന് മാറ്റിക്കൊണ്ടുവരാൻ വളരെ പ്രയാസം. അതുകൊണ്ട് അവരെ ബുദ്ധിപൂർവമായി അവരെ പതുക്കെ പതുക്കെ പരിപൂർണമായി ഒഴിവാക്കി കൊണ്ടുവരാൻ ഖുർആന്റെ ശൈലിയാണ്. ആദ്യം അവരോട് പറഞ്ഞു, ഇത് കുടിക്കല്ലേ, അത് പാതകമാണ്, തെറ്റാണെന്ന് ഉണർത്തി പരിപൂർണമായി നിരോധിച്ചില്ല. ചില ആളുകൾ കുടിക്കാൻ തുടങ്ങി, ചില ആളുകൾക്ക് നിർത്താൻ പ്രയാസം. അങ്ങനെ ഉണ്ടല്ലോ, പെട്ടെന്ന് കൊണ്ട് നിർത്താൻ പറ്റൂല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കുടിക്കും. അങ്ങനെ കുടിച്ചു നിൽക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും, അപ്പൊ കയറി പള്ളിയിലേക്ക് പോയി നിസ്കരിക്കും. അങ്ങനെ നിസ്കാരത്തിൽ വരെ കള്ളു കുടിച്ചുകൊണ്ട് വരുന്നവരായി. എന്നല്ല, ചില ആളുകൾ നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു. ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങി. വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ നഅ്ബുദു മാ അഅ്ബുദും, വീണ്ടും വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു, വീണ്ടും വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു.
ഇത് തീരുന്നില്ല. കാരണം കള്ളുള്ളി കിടക്കാണ്, നിസ്കാരത്തിലാന്ന് ഓർത്തോ. ഇത് സംഭവം നടന്ന സംഭവങ്ങളാണ്, ചരിത്രരേഖയാണ് ഞാൻ ഈ പറയുന്നത്. നിസ്കാരത്തിൽ പോലും ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് അവസാനം കുല്യായുൽ കാഫിറൂൻ കൊണ്ട് അൽബക്കറയുടെ സമയം പോവാണ്. ഇത് തീരുന്നില്ല. ഇതിങ്ങനെ ആയപ്പോഴത്തേക്കും സഹവുള്ള ആളുകളുണ്ട് പുറകിൽ, കള്ളൊന്നും കുടിക്കാത്ത ആളുകൾ, അവരിത് കംപ്ലൈന്റ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബി ഇതിങ്ങനെ പോയാൽ വലിയ വിഷയ, കാരണം കള്ളു കുടിച്ചുകൊണ്ട് വരെ വന്നുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, വലിയ വിഷയമായി, അതുകൊണ്ട് ഇത് ഒഴിവാക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ബയ്യിൻ ലനാ ശാഫിയൻ കാഫിയൻ ഫിൽ ഖംരി യാ ഹബീബല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതത്തിലല്ലേ നമ്മൾ നിലകൊള്ളുന്നത്? വ്യക്തവും സുഭിക്ഷവുമാകുന്ന നല്ല സ്പഷ്ടവുമാകുന്ന ഒരു തെളിവ് ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനിൽ നമുക്ക് അനിവാര്യമാണ്, കള്ളിന്റെ വിഷയത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് ഖുർആനിന്റെ ഒരായത്ത് ഇറങ്ങണേ ഹബീബേ, ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരായത്ത് കിട്ടിയാൽ സന്തോഷമാണ്, സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരെ പറഞ്ഞ അല്പനേരം താമസിച്ചില്ല. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങി ഒന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വചനം ഓതി കൊടുക്കുകയാണ്. എന്നേക്കമായി കള്ളിനെ, ലഹരിയെ പരിപൂർണമായി ഹറാമായി പ്രഖ്യാപിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖമറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജുസു മിൻ അമലി ശൈത്വാൻ, റിജുസു മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله ويصدكم عن ذكر الله فهل أنتم منتهون. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിക വചനമായി ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമായ പ്രവാചകരുടെ ചാരത്ത് ഓതി കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടക്കമുള്ള സഹാബത്ത് നിൽക്കുമ്പോ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഖുർആനിക വചനം ഓതുകയാണ്. ബയ്യിൻ ലനാ ശാഫിയൻ കാഫിയാ ഫിൽ ഖംരി യാ റസൂലല്ലാഹ്. കള്ളിന്റെ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരു സ്പഷ്ടമാക്കപ്പെട്ട ഒരു ആയത്ത് കിട്ടണമെന്ന് വല്ലാത്ത താല്പര്യത്തിൽ ജനങ്ങൾ കള്ളുകുടിച്ചുകൊണ്ട് പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നതായ അവസരം വന്നപ്പോ വളരെ വിഷമത്തോടുകൂടി വന്നുകൊണ്ട് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മുന്നിൽ ഖുർആന്റെ ആയത്ത് അവതീർണമാവുകയാണ്. ഒരു കാലഘട്ടത്തിൽ കള്ളുകുടിച്ച് അമുസ്ലിമായി നിലകൊണ്ട് പ്രവാചകരെ കൊല്ലാൻ വേണ്ടി വാളോങ്ങി കടന്നു വന്നതായ ഉമർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതാ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നപ്പോ ആ ഇസ്ലാമിലെ കള്ളിനെ എന്നേക്കുമായി നിർമാർജനം ചെയ്യാൻ പരിപൂർണമായി മുൻപന്തിയിൽ നിന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടക്കമുള്ള സഹാബത്താണ്. പരിശുദ്ധമായ ഖുർആൻ അവതീർണമാവുകയാണ്. അവസാനമായി ഈ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളിതാ
നിങ്ങൾ അനുഷ്ഠിക്കുന്നതായ കർമ്മങ്ങൾ പരിപൂർണമാകണോ? കള്ള് കുടിക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണേ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെല്ലാം വിഷയങ്ങളുണ്ടോ, മനുഷ്യന്റെ ബുദ്ധിയെ മറക്കുന്ന ലഹരി വസ്തുക്കളുണ്ടോ, അതെല്ലാം റിജ്സുൻ മിൻ അമലി ശൈത്താൻ. അതെല്ലാം നജസുകളാണ്, മാലിന്യങ്ങളാണ്, പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അവരെ തിരുത്തൽ. കള്ളു കുടിച്ചുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നവർക്ക് ആയത്തിറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ അത് വിശദീകരിക്കാൻ അത് സമയം അതുമായി ബന്ധപ്പെട്ടു പോകും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ലഹരി കുടിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ വരരുതേ എന്ന ആയത്ത് അല്ലാഹു ഇറക്കി. അപ്പൊ കുറെ പേര് മാറി റെഡിയായി. നിസ്കാരത്തിലൊന്നും പിന്നെ ഇല്ല, നിസ്കാരം അല്ലാത്തപ്പോ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കുടിച്ചോണ്ട്. കാരണം അതങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന സമൂഹമാണ് അവര്. കള്ളു കുടിക്കാത്തവരില്ല, എല്ലാവരും കുടിക്കും, എല്ലാ വീട്ടുകളിലും കുടിക്കും, അയൽവാസികൾ കുടിക്കും, നാട്ടുകാർ കുടിക്കും. അവരുടെ ഒരു ദിനചര്യയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ നിസ്കാരത്തിൽ കുടിക്കുന്നില്ല, അല്ലാതൊക്കെ കുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴക്കടിക്കാനും ബഹളടിക്കാനും കള്ളിഷാപ്പി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും വഴക്കൊക്കെ ഉണ്ടായി. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അതൊന്നും വിശദീകരിക്കുന്നില്ല. അവസാനം ഈ സംഭവം വലിയ കലശമായപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്ത് വന്നത്, നബിയെ, ഈ വിഷയത്തിലൊരു തീർപ്പുണ്ടാവണം. ഇനി ഇത് മുന്നോട്ട് പോകാൻ പറ്റൂല. കാരണം ചെറുപ്പക്കാരായ ആളുകളുടെയൊക്കെ ബുദ്ധിയെ നശിപ്പിക്കുന്ന, അവരെ പടച്ചറബ്ബുമായി ഇബാദത്തിനെ തൊട്ട് തടയിടുന്നതായ ഈ പ്രവണത ഇനി അംഗീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ വിഷയത്തിലൊരു തീർപ്പ് കിട്ടണം. ഇത് കർശനമായി ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്തും ഒക്കെ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറഞ്ഞപ്പോഴാണ് അവസാനമായി ആയത്ത് വരുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു. ലഹരിയും ചൂതാട്ടവും പ്രശ്നം വെക്കലും ഇത്തരത്തിലുള്ളതാകുന്ന കാര്യങ്ങളുമെല്ലാം റിജ്സുൻ, അതൊക്കെ മാലിന്യങ്ങളാണ്. അതൊക്കെ മാലിന്യമാണ്, നജസായിട്ട് പ്രഖ്യാപിച്ചു. ആണല്ലോ കള്ള് കുടിക്കുന്ന ആള്, അത് നമ്മുടെ വസ്ത്രത്തിൽ കള്ളൽപ്പം ഉണ്ടെങ്കിൽ അതുമായിട്ട് നിസ്കരിച്ച നിസ്കാരം എന്താവും? ബാത്തിലാവും. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. അല്പം വസ്ത്രത്തിൽ വീണാ മതി, കുടിക്കണമെന്നില്ല. നമ്മൾ നിസ്കരിക്കുന്ന മുസല്ലയിലുണ്ടായാൽ മതി. നിസ്കരിക്കുന്ന സ്ഥലവും ശരീരവും വസ്ത്രവും ഒക്കെ എന്താവണം? ശുദ്ധിയാവണം. ഇല്ലേ നിസ്കാരം പോകും. നജസാണത്, നജസാണത്, മാലിന്യമാണ്, അഴുക്കാണത്. മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ ദുർവൃത്തിയിൽപ്പെട്ടതാണ്. പിശാചിന്റെ പ്രവണതയാണ് ലഹരിയുമായി ബന്ധപ്പെടുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ ചില ആളുകൾ പറയും, എന്റെ മകന് പൈശാചിക ഉപദ്രവമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ചു ദിവസം ഏർവാടി പോകാം. ഏറ്റവും വലിയ പൈശാചിക ഉപദ്രവം ഉള്ളതായിട്ട് ഖുർആൻ കൃത്യമായി പ്രഖ്യാപിച്ചത് ശൈത്താന്റെ പണി നടത്തുന്നത് ആരാ? മക്കളിൽ ആരെങ്കിലും ലഹരി നുണയുന്നവരുണ്ടെങ്കിൽ അവനാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ ദുർവൃത്തിയിൽപ്പെട്ട അമലാണത് എന്ന് ഖുർആൻ നസ്സായി വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഫജ്തനിബൂ, നിങ്ങൾ ആ ലഹരിയെ പരിപൂർണമായി ഒഴിവാക്കണേ. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതിനെ പരിപൂർണമായി നിർമാർജനം ചെയ്യണേ. അതിനെന്ത് പേരിട്ടാലും കുഴപ്പമില്ല. ഹശീഷ് എന്നിട്ടാലും കള്ളെന്നിട്ടാലും പല പേരുകളിൽ അറിയപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. സയഅതി സമാനുൻ അലാ ഉമ്മത്തി യശ്റബൂനൽ ഖംറ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ ശഫീഉന റസൂലുള്ളാഹി. ഒരു കാലഘട്ടം വരും, അന്ന് ജനങ്ങൾ ഇങ്ങനെ ലഹരി നുണയും. ആ ലഹരിയുടെ പേരുകൾ അവർ പല പേരും പറയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളു കുടിക്കും, ആ കള്ളിന് പല പേര് പറയും. അങ്ങനെയാണല്ലോ, പല പേരിലാണ് സാധനങ്ങൾ അറിയപ്പെടുന്നത്. കളിശാപ്പി ചെന്ന് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടവർക്കറിയാം. നമുക്കാകെ 2 പേരെ അറിയുള്ളൂ. കള്ളു എന്ന് അറിയാം, പിന്നെ വേറെ എന്തെങ്കിലും ചാരായ എന്നൊക്കെ പറയുന്ന പേരല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല. ഇതൊന്നും അല്ല. വോഡ്കയും ഗഡ്കയും മറ്റേ മറിച്ചതും പല പേരിൽ അറിയപ്പെടുന്ന സാധനങ്ങൾ. കള്ള് തന്നെയുണ്ട് വ്യത്യസ്തമായ സാധന സാമഗ്രികൾ. ലഹരി തന്നെ വ്യത്യസ്തമായതുണ്ട്. ഇപ്പൊ MDMA LSD അടക്കമുള്ള സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തോ മകൻ ബിരുദത്തിന് പഠിക്കാന്ന് കരുതും. സംഭവം ഇത് വലിയ മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ്.
ഇങ്ങനത്തെ എത്രയോ സാധനങ്ങളുണ്ട്. ഇത് ലോകത്തിന് വല്ലാതെ വ്യാപാര രംഗത്ത് വന്നിരിക്കുന്നു. അനുദിനം ഇതിന്റെ കച്ചവടങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നു, ഇഷ്ടംപോലെ കൊണ്ടുവരുന്നു. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എവിടേക്കാണ് എത്തിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ട് ഖുർആൻ പറയുന്നു ഫജ്തനിബു, നിങ്ങൾ അതിനെ പരിപൂർണമായി ഒഴിവാക്കണേ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കും. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. ഈ ചൂതാട്ടത്തിലൂടെയും ഈ കള്ളുകുടിയിലൂടെയും ലഹരി ഉപയോഗത്തിലൂടെയും നിങ്ങൾ അല്ലാഹു എത്തിക്കുന്നത് എങ്ങോട്ടെന്നറിയുമോ? പിശാദിന്റെ ദുർവൃത്തിയിലൂടെ പിശാദ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, ശത്രുതയുണ്ടാക്കിയെടുക്കും. അദാവത്ത് ശത്രുതയുണ്ടാകും, വൽ ബഗ്ളാ എപ്പോഴും വൈരാഗ്യമുണ്ടാകും, ദേഷ്യം. ഈ രണ്ടിലേക്കുമാണ് കള്ളെത്തിക്കുക. കള്ളു കുടിച്ചാൽ അതിലൂടെ ഉണ്ടാകുന്ന നാശങ്ങൾ ആദ്യമായി ഖുർആൻ പറഞ്ഞ രണ്ടെണ്ണം. നിങ്ങളിപ്പോ ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്ത മുഴുവൻ എടുത്തു നോക്ക്. കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു? ഒരു പ്രായം ചെന്ന ഒരു വ്യക്തിയെ അടിച്ചടിച്ചടിച്ച് ഒരുത്തൻ നിലംപരിശാക്കി. അതുപോലെ കഴിഞ്ഞ ദിവസം കണ്ടില്ല, ഒരു ചെറുപ്പക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. കളമശ്ശേരി ഭാഗത്താന്ന് തോന്നുന്നു, ന്യൂസിലെല്ലാം ഉണ്ടായിരുന്നു. അടിച്ചിട്ട് ചവിട്ടുന്നു, അവനെ അടിക്കുന്നു, കാറിൽ പോകുമ്പോൾ അവർ കയറുന്നു, വീണ്ടും തിരിച്ചു വന്ന് അടിക്കുന്നു, വീണ്ടും അടി കൊടുക്കാൻ. ഒക്കെ ലഹരിയുടെ പുറത്താണ് ചെയ്യുന്നത്. കള്ളിഷാപ്പിൽ കിടന്നടി, ടച്ചിങ്സ് കൊടുത്തില്ലെന്ന് പറഞ്ഞു. കള്ളിഷാപ്പിൽ അല്ലാഹു നമ്മളെ കാക്കുമാറാവണം. അച്ചാറ് കൊടുക്കാത്തതിന് അതിനടി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികളുടെ ബഹളങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കേൾക്കുന്നത്. ഒക്കെ കൊണ്ടുപോയി ഉമാരെല്ലാം പോയി മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നു. നോക്കുമ്പോ എന്താ, ഒക്കെ ആൽക്കഹോളാണ്, എല്ലാം ലഹരിക്കടിറ്റ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖുർആൻ പറഞ്ഞ ഈ സാധനം ഉള്ളിലേക്ക് ചെല്ലുമ്പോ നരിന്ത് പോലെ ഇരിക്കുന്ന ആളുകൾക്ക് വരെ വലിയ ആരോഗ്യം ഉള്ളതുപോലെ തോന്നിക്കും. വാപ്പാടെ പ്രായമുള്ള മനുഷ്യനെ അടിക്കുകയാണ്, കയ്യിൽ കിട്ടുന്ന സാധനം കൊണ്ട് കുത്തുന്നു, തൊഴിക്കുന്നു, ഇടിക്കുന്നു, ഒക്കെ ചെയ്യും. വൈരാഗ്യ ബുദ്ധിയോടുകൂടിയായിരിക്കും അവൻ സമീപിക്കുക. ഖുർആൻ പറഞ്ഞതാ, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. ഈ ചൂതാട്ടവും ഈ ലഹരിയും ഒക്കെ മനുഷ്യനെ പിശാച് കൊണ്ടുപോയി എത്തിക്കുന്നത് രണ്ട് വിഷയങ്ങളിലാണ്. ഒന്ന് ശത്രുത, എപ്പോഴും ശത്രുതയാ, പക, അയൽവാസികളോട് പക, വീട്ടിൽ വന്നിട്ട് അയൽക്കാരുമായിട്ട് ബഹളം, സ്വന്തം ഭാര്യ അടിക്കുന്നു. ഭാര്യയാണ് രാവിലെ ഇവൻ പോകുമ്പോ വീട്ടിൽ നിന്ന് നല്ല റാഹത്തായിട്ട് പുട്ടും കടലയൊക്കെ കൊടുത്തു വിട്ടതാകുന്ന ഈ ഭാര്യയെ വൈകിട്ട് വന്നിട്ട് ഇടിക്കുകയാണ് ഇവൻ. അറിയിച്ചു, നേരം വെളുത്തിട്ട് ഇവള് തന്നെയാണ് ഇനി അടുത്ത പുട്ടും കടല ഉണ്ടാക്കാനുണ്ട്. അതൊന്നും ഇവനിപ്പോ ഓർമ്മയില്ലല്ലോ, കാരണം ഈ കള്ളുള്ളിലേക്ക് ചെന്നിട്ട് ഇവന് ഇടിയോട് ഇടിയാണ്. ചെറിയ കുട്ടികൾ, ആ കുട്ടികളെ എടുത്തിട്ട് അടിക്കുന്നു, അവരോട് വഴക്കുണ്ടാക്കുന്നു, അവരുമായി ബഹളം വെക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്തവിളി, റോഡിൽ ഇറങ്ങിയിട്ട് നാട്ടുകാരോട് വലിയ ചീത്തവിളി, ബഹളം, പോരുണ്ടാക്കുന്നു, വഴക്കൊണ്ടിരിക്കാൻ ഭയങ്കരത. ഈ സാധനം ഉള്ളിൽ കയറുന്ന അങ്ങനെയാണ്. എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി കടന്ന് നേരം വെളുക്കുന്നത് വരെ, ഇത് കെട്ടിറങ്ങുന്നത് വരെ ഇങ്ങനെ ഉണ്ടാവും. ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ഇതെന്താ സംഭവം? ഇത് നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കി അയൽവാസികളുമായി ഇത്തരത്തിലുള്ള ഒരു ബഹളം ഉണ്ടാക്കിയാൽ അവരുടെ മനസ്സിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ മറയൂല. നമ്മൾ കള്ളൊക്കെ കുടിച്ച് രാവിലെ അതേ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു പേടിച്ചിരിക്കുക. തലേന്നത്തെ സംഭവമാണ് അവർക്ക്. ഇന്നലെ ഇവൻ ഓതിയ ആയത്തുകളുണ്ട്, രാത്രിയിൽ ഓതിയതാകുന്ന തെറി കൊണ്ടുള്ള 1-2 ആയത്ത്, അത് കേട്ടിട്ട് അവർ പേടിച്ചിരിക്കുക. അവരാ ഖിയാമത്ത് നാൾ വരെ അവരുടെ മനസ്സിലുണ്ടാവും. ഇവ മരിച്ചാലും പറയും, അയാൾ അന്ന് രാത്രി ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി ഓർക്കുന്നുണ്ടോ, അന്ന് പറഞ്ഞ വാക്ക് ഓർക്കുന്നുണ്ടോ, അതെപ്പോഴും ഉണ്ടാവും. മാത്രമല്ല, ഇപ്പൊ പഴയ കാലമല്ലല്ലോ, മൊബൈൽ ഓണാക്കിയിട്ട് ലൈവ് വിടുകയാണ്, ഫേസ്ബുക്ക് ലൈവ് പോവാൻ, ഇൻസ്റ്റഗ്രാമിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഈ സാധനം ഇങ്ങനെ പറയുന്ന തെറിവിളികൾ, ഒച്ചപ്പാടുണ്ടാക്കുന്നതൊക്കെ അതേ സെക്കൻഡിൽ തന്നെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവന് വല്ല അഭിമാനം പോയില്ല അതോടുകൂടി. ചെറിയ വിഷയം, അതുകൊണ്ട് അത് പരിപൂർണമായി ഒഴിവാക്കണം. ഖുർആൻ അന്നങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ഒഴിവാക്കിയത്. എന്നാ പിന്നെ നമുക്കും അങ്ങനെ തന്നെ ഒഴിവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൈകരുതിന് ഖുർആൻ ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തപ്പോ അന്നുണ്ടായ സംഭവം എന്താണെന്നറിയോ? ഈ ആയത്തിറങ്ങിയ സമയത്ത് ഒരു വിഭാഗം ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ തന്നെ പരിശുദ്ധ മദീനയിലുള്ള വലിയൊരു കള്ളുഷാപ്പിലാണ് ഒക്കെ കള്ളു കുടിച്ചോണ്ടിരിക്കുകയാണ്.
അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹാദിമായി പിന്നീട് വന്ന അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ കള്ളിഷാപ്പിൽ ഇങ്ങനെ കള്ളൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആയത്ത് അവതീർണമാകുന്നത്. ഈ ആയത്ത് ഇങ്ങനെ ഇറങ്ങി എന്ന് ഒരു സ്വഹാബി വന്നുകൊണ്ട് കള്ളിഷാപ്പി വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു, കള്ള് നിരോധിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഈ ആയത്ത് ഓതി തീർന്നപ്പോ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്ന വാക്കുണ്ട്, ഇന്തഹൈന എന്ന് പറയുന്നു. ഞങ്ങൾ പരിപൂർണമായി നിരോധിച്ചു, ഞങ്ങൾ ഇത് പരിപൂർണമായി ഒഴിവാക്കി.